ലാലേട്ടൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക. അദ്ദേഹം കുറച്ച് നാൾ നമ്മളിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷേ എനിക്കറിയാം ലാലേട്ടൻ ശബരിമല, ഇപ്പൊ ലാലേട്ടൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ല, എന്നാൽ പോലും ലാലേട്ടൻ ശബരിമലയിലടക്കം പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു. അതൊക്കെ മലയാളികൾ കണ്ടത് നിങ്ങൾ രണ്ടാളും തമ്മിലൊരു സ്നേഹത്തിനെയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രണ്ടുപേര്, അല്ലെങ്കിൽ അത്രമാത്രം അടുപ്പമുള്ള രണ്ടുപേര് എങ്ങനെയായിരിക്കണം ഞങ്ങളെ കാണിച്ചു തന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? അപ്പൊ അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം. അല്ലെ, ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി. അതിൻ്റെ ഒന്നും കാര്യമില്ല. അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീജിയനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. ഇത് മോഹൻലാൽ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു ഇന്റർവ്യൂയുടെ ഭാഗമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇച്ചാക്കിയുടെ തിരിച്ചുവരവിനെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് എല്ലാവരും ആഘോഷിച്ചപ്പോൾ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിന് ഉമ്മ കൊടുക്കുന്ന ഒരു ഫോട്ടോ, പിന്നെ ഒരു ഹൃദയത്തിന്റെ സിംബലും. അതിലുണ്ടായിരുന്നു എല്ലാം. വേറൊരു ടൈറ്റിലോ ക്യാപ്ഷനോ ഒന്നുമില്ല. എന്നാൽ വന്നതിൽ ഏറ്റവും മനോഹരമായ പോസ്റ്റും മോഹൻലാലിന്റെ തന്നെയായിരുന്നു. അവർ തമ്മിലുള്ള കൂട്ട്, അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്കറിയാം. ഏതൊരു ഇന്ത്യൻ സിനിമാക്കാർക്കും മാതൃകയാക്കാവുന്ന സൗഹൃദമാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും. അത്രമാത്രം അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് മമ്മൂക്കയും മോഹൻലാലും. ഇവർ തമ്മിലുള്ള സൗഹൃദം നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. എന്നാലും അദ്ദേഹം മമ്മൂട്ടിക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം അദ്ദേഹത്തിന് വിശ്വാസമുള്ളിടത്ത് പോയി അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിനെതിരെ ചിലർ രംഗത്ത് വന്നു. അതിനെയാണ് മോഹൻലാൽ ഇതിൽ നിന്നും വിമർശിച്ചത്. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. തന്റെ ഉറ്റ സുഹൃത്തിന്, ആത്മാർത്ഥ സുഹൃത്തിന് ഒരു അസുഖം വന്നപ്പോൾ, അതല്ലെങ്കിൽ ഒരു പ്രയാസം വന്നപ്പോൾ തന്റെ ഇഷ്ട ദൈവത്തോട് അദ്ദേഹം പോയി പ്രാർത്ഥിച്ചു. അതിനെന്താണ് തെറ്റ്? അതാണ് കേരളം. ഇത് കണ്ടു വേണം മലയാളികളും മറ്റും മാതൃകയാക്കാൻ വേണ്ടി. സൗഹൃദം എന്നാൽ ഇതാണ്. ഇതിനിടയിൽ പോരടിക്കുന്ന ഫാൻസുകാർക്കും ഇതൊരു മാതൃകയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഉറ്റ സുഹൃത്തുക്കളായി ഇപ്പോഴും തുടരുകയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ് അവരിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത്. ഏതൊരാൾക്കും മാതൃകയാക്കാവുന്ന സൗഹൃദ ബന്ധമാണ് അവർ തമ്മിൽ. എന്നാൽ ഫാൻസുകാർ എന്ന് പറയുന്ന ചിലർ തമ്മിലടിക്കുകയും തമ്മിൽ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ ഇടുകയും അങ്ങനെ രണ്ടുപേരുടെയും സൗഹൃദത്തെ ബാധിക്കുന്ന രീതിയിൽ പല പ്രവർത്തികളും ചെയ്യുന്നതായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. എന്തിനാണിത്? അവർ തമ്മിൽ നല്ല സൗഹൃദത്തോടെ മുന്നോട്ട് പോകുന്നു. നിങ്ങളും അതുപോലെ പോവുക. നിങ്ങളും അത് കണ്ടു വേണം പഠിക്കാൻ. സൗഹൃദം അത് എപ്പോഴും നിലനിർത്തേണ്ടതാണ്. അല്ലാതെ ഒരു കൂട്ടർ മറ്റൊരാളുടെ ഫോട്ടോ, വീഡിയോ വെച്ച് അദ്ദേഹത്തെ എത്രമാത്രം തരം താഴ്ത്താൻ എന്ന് നോക്കുന്നു, തിരിച്ചും നോക്കുന്നു. അങ്ങനെ ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത്? അവർ തമ്മിലുള്ള സൗഹൃദത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. അത്രമാത്രം ബോണ്ടാണ് അവർ തമ്മിൽ. അത് ഏതൊരു മലയാളിക്കും അറിയാവുന്നതുമാണ്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹം തിരിച്ചു വരാൻ പോയി അഭിനയിക്കുന്നത് ഞങ്ങളോട് തന്നെയാണ്. മഹേഷ് നാരായണൻ ചിത്രത്തിലാണ് മമ്മൂട്ടി അടുത്തതായി അഭിനയിക്കാൻ പോകുന്നത്. അതിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച് അഭിനയിക്കുന്ന പല രംഗങ്ങളും ഇനി ഷൂട്ട് ചെയ്യാനുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇരുവരും ഒന്നിക്കുന്ന ഒരു മലയാള ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത്. അത് ആഘോഷിക്കാൻ തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകരും തയ്യാറെടുക്കുന്നത്. ഇന്റർവ്യൂവിന്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ അദ്ദേഹത്തിന്റെ റിലീജിയൻ നോക്കിയാണ് അഭിനയിക്കുന്നത്, അല്ലല്ലോ. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഒരു സംശയമായിരുന്നു. എന്നൊക്കെ അത് മാറി, ഒരു കാർമേഹം മാറിയ പോലെ വളരെ സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും. അദ്ദേഹം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ ഒരു FB പോസ്റ്റ് ഇട്ടു. അതിലൊന്നും പറയുന്നില്ല, ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ്. അതിലെല്ലാം ഉണ്ട്, അല്ലേ ലാലേട്ടാ? വളരെ സന്തോഷം. ഈശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടതിൽ ഞാനല്ല, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശക്തിയുണ്ട്. ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്ന വേറെ വലിയൊരു ഡോക്ടർ മുകളിലുണ്ട്. ആ ഡോക്ടറുടെ ഡിസിഷനാണ്. ലാലേട്ടാ, ഇപ്പം
അതെ, തികച്ചും മോഹൻലാൽ ഈ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു സംഭവം അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹം സതുദ്ദേശത്തോട് ചെയ്ത കാര്യം ചില വളരെ വിരലിൽ നിന്നവർ മാത്രമാണ് അതിനെ നെഗറ്റീവായി എടുത്തത്. ബാക്കി എല്ലാവരും ആഘോഷിച്ച ഒരു സംഭവം തന്നെയാണത്. എന്നായാലും ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് നമുക്ക് മലയാളികൾക്കും ലോകത്തുള്ള എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും മമ്മൂട്ടിക്കും മോഹൻലാലിലും ഒന്നിച്ചുള്ള ഒരു സിനിമ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. മമ്മൂക്ക തിരിച്ചു വന്നാൽ ആദ്യം അഭിനയിക്കുന്നത് തന്റെ ഉറ്റ സുഹൃത്തിനോടൊപ്പം തന്നെയാണ്. ആ ഒരു പ്രത്യേകത കൂടെയുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമ, വർഷങ്ങൾക്ക് ശേഷം വരുന്ന സിനിമ, അതും ബിഗ് ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമ പാട്രിയോട്ട്. നമുക്ക് കാത്തിരിക്കാം.